ഈ വീഡിയോയ്ക്കകത്ത് ടൈമിംഗ് ഡയഗ്രാം ഓഫ് റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ടൈമിംഗ് ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈമിംഗ് ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുള്ളത് മുന്നേ ചെയ്ത 2-bit സിങ്ക്രണസ് ബൈനറി കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു. ബൈനറി കൗണ്ടർ 2-bit എന്ന് പറയുമ്പം എത്ര വരെ കൗണ്ടിങ് നടക്കും? 00, 01, 02, 03 ഇത്രയും കൗണ്ടിങ് ആണ് അവിടെ നടക്കുക. അപ്പം 00, 01, 2, 3 ഇത്രയും കൗണ്ടിങ്സ്. അപ്പം 4 ക്ലോക്ക് പൾസ് യൂസ് ചെയ്തിട്ടാണ് നോക്കിയേ. 1, 2, 3, 4 4 ക്ലോക്ക് പൾസാണ് യൂസ് ചെയ്യുന്നത്. 1, 2, 3 ദെൻ 0 ഇങ്ങനെയാണ് കൗണ്ടിങ് നടക്കുന്നത്. അപ്പം ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രത്തിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് ഇനീഷ്യലി Q0യും Q1 എന്താണ് 00. ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഇവിടെ വന്നു. ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പം Q0 എന്താവും? 1 ആവും. Q1 0 ആയിരിക്കും. സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് Q0 എന്തായിരിക്കും? 0 ആയിരിക്കും. Q1 1 ആയിരിക്കും. തേർഡ് ക്ലോക്ക് പൾസിൻ്റെ സമയത്ത് Q0 1, Q1 0, Q1 1. ഇവിടെ വരുന്നത് 1 തന്നെ, 1. ദെൻ ഫോർത്ത് ക്ലോക്ക് പൾസ് വരുമ്പോൾ എഗെയിൻ 0 0 നോക്കിയേ. 0, 1, 2, 3 ദെൻ 0. അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഇതായിരുന്നു 2-bit സിങ്ക്രണസ് ബൈനറി കൗണ്ടറിൻ്റെ അകത്ത് ടൈമിംഗ് ഡയഗ്രാം നമ്മൾ വരച്ചത്. അപ്പം ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് എങ്ങനെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ടൈമിംഗ് ഡയഗ്രത്തിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് റിംഗ് കൗണ്ടറിൻ്റെയും ജോൺസൺ കൗണ്ടറിൻ്റെയും ഒക്കെ വരച്ചൂടെ? ഏത് കൗണ്ടേഴ്സിൻ്റെയും നമുക്കിത് പ്രകാരം വരയ്ക്കാം. കാരണം ആ സർക്യൂട്ടിലേക്ക് ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് എങ്ങനെയൊക്കെ അവിടെ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സർക്യൂട്ടിൽ ക്ലോക്ക് പൾസിന് എങ്ങനെയാണ്, പോസിറ്റീവ് ട്രിഗറിങ് ആണോ നെഗറ്റീവ് ട്രിഗറിങ് ആണോ? ഇവിടെ തന്നിട്ടുള്ള എന്താണ്? പോസിറ്റീവ് ട്രിഗറിങ് ആണ്. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് സർക്യൂട്ടിൻ്റെ അകത്ത് ഇങ്ങനൊരു ആരോ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പോസിറ്റീവ് ട്രിഗറിങ് ആണ്. സപ്പോസ് ഇത് ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് ട്രിഗറിങ് ആണ്. ഒരു ബബിളും കൂടെ വരുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ട്രിഗറിങ്. പോസിറ്റീവ് ട്രിഗറിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പോസിറ്റീവ് ട്രിഗറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? അതിൻ്റെ ലീഡിങ് എഡ്ജ് അല്ലെങ്കിൽ പോസിറ്റീവ് എഡ്ജിലാണ് ട്രിഗറിങ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലോക്ക് പൾസ് 1ൻ്റെ ലീഡിങ് എഡ്ജിലാണ് ട്രിഗറിങ് നടന്നത്. ക്ലോക്ക് പൾസ് 2ൻ്റെ ലീഡിങ് എഡ്ജിലാണ് ട്രിഗറിങ് നടന്നത്. ക്ലോക്ക് പൾസ് 3യുടെ ലീഡിങ് എഡ്ജിലാണ് ട്രിഗറിങ് നടന്നത്. ക്ലോക്ക് പൾസ് 4ൻ്റെ ലീഡിങ് എഡ്ജിലാണ് ട്രിഗറിങ് നടന്നത്. സപ്പോസ് ബബിൾ ഉള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ അതെവിടെയായിരുന്നു നടക്കുക? നെഗറ്റീവ് അല്ലെങ്കിൽ ട്രെയിലിംഗ് എഡ്ജിലായിരുന്നു നടക്കുക. ഇനി എഡ്ജ് ട്രിഗറിങ് ഉണ്ട്, പക്ഷെ നമ്മളതിവിടെ പറയുന്നില്ല. അപ്പം പോസിറ്റീവ് ട്രിഗറിങ് ആണോ ക്ലോക്ക് പൾസിനനുസരിച്ച് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പം ക്ലോക്ക് പൾസ് ട്രിഗറിങ് നടത്തുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും. അതിനനുസരിച്ചാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുമ്പം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ആ ഒരു സർക്യൂട്ട് ക്ലോക്ക് പൾസിനനുസരിച്ച് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പിക്ചോറൽ റെപ്രസെൻറ്റേഷനാണ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ദെൻ നമുക്കിനി നോക്കാനുള്ളത് റിംഗ് കൗണ്ടറിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയ്ക്കകത്ത്. ദെൻ അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് തന്നിട്ടുള്ളത്. റിംഗ് കൗണ്ടറിൻ്റെ ട്രൂത്ത് ടേബിളിൽ ആദ്യം ഒരു 0 ഒരു 1 കയറി. ദെൻ ആ 1 സെക്കൻഡ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പം QBയിലേക്ക് വന്നു. ദെൻ തേർഡ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പം QCയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഫോർത്ത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പം QDയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? 1 എന്ന് പറയുന്നത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് എഗെയിൻ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഈ 1 ഇങ്ങോട്ടേക്ക് വരും. ദെൻ 0 ഈ 0 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ 0 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ 0 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതെല്ലാം ഇവിടെ നടക്കുന്നത്. ഈ 0 ഇത് പുറത്തേക്ക് പോകും. ദെൻ ആ 0 ഇങ്ങോട്ടേക്ക് വന്നു. ദെൻ ഈ 0 ഇങ്ങോട്ടേക്ക് വന്നു. ഈ 0 ഇങ്ങോട്ടേക്ക് വന്നു. പുതിയൊരു 1 എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് ഈ 0 പുറത്തേക്ക് പോകും. ഈ 0 ഇങ്ങോട്ടേക്ക് വരും. ദെൻ 0 1 ഷിഫ്റ്റ് ചെയ്തു. പുതിയൊരു 0 കയറും. അങ്ങനെ ഷിഫ്റ്റിംഗ് ആണ് ഏതിൻ്റെ അകത്ത് നടക്കുന്നത്? റിങ്ങിൻ്റെ അകത്ത്. നമ്മൾ ആദ്യം ഒരു 1 അവിടെ എൻ്റർ ചെയ്തു. ദെൻ ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം നോക്കാം.
ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ക്ലോക്ക് പൾസ് വരയ്ക്കാം. എത്ര ക്ലോക്ക് പൾസ് ഇവിടെ വേണ്ടി? നമ്മൾ കാണിച്ചത് 4 ക്ലോക്ക് പൾസാണ്. അപ്പം നമുക്ക് ആദ്യം 0, 1, then 2, 3, 4. അപ്പം ഇത് ഫസ്റ്റ് ക്ലോക്ക് പൾസ്, ദെൻ സെക്കൻഡ് ക്ലോക്ക് പൾസ്, തേർഡ് ക്ലോക്ക് പൾസ്, ഫോർത്ത് ക്ലോക്ക് പൾസ്, ഫിഫ്ത്ത് ക്ലോക്ക് പൾസ്. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത്? ഈ ക്ലോക്ക് പൾസ് ഏത് ട്രിഗറിങ് ആണെന്ന് നോക്കാം. നമ്മുടെ സർക്യൂട്ടിനകത്ത് ഏത് ട്രിഗറിങ് ആണ് വരുന്നത്? പോസിറ്റീവാണ്. കാരണം ബബിൾ അവിടെ വരുന്നില്ല. ഇവിടെ ക്ലോക്ക് കൊടുക്കുമ്പോൾ ബബിൾ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് ട്രിഗറിങ് ആണെന്ന് പറയാം. അപ്പോൾ പോസിറ്റീവ് ട്രിഗറിങ് എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ്, ഈ പോർഷനിലെ പോസിറ്റീവ്, ഇതാണ് പോസിറ്റീവ്. ഇങ്ങനെ തേർഡ് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജ്, ഫോർത്ത് ക്ലോക്ക് പൾസിൻ്റെ, ഫിഫ്ത്ത് ക്ലോക്ക് പൾസിൻ്റെ. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടം വരെ ഉണ്ടാവും? ഈ ഒരു പോർഷൻ വരെ ഉണ്ടാവും. ദെൻ സെക്കൻഡ് ക്ലോക്ക് പൾസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെ ഉണ്ടാവും? ഇവിടം വരെ ഉണ്ടാവും. അപ്പോഴല്ലേ ഒരു പീരീഡ് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. തേർഡ് ക്ലോക്ക് പൾസ് ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ ഉണ്ടാവും. അപ്പോഴാണ് ഒരു പീരീഡ് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. ഫോർത്ത് സ്റ്റാർട്ട് ചെയ്തു ഇവിടം വരെ ഉണ്ടായിരിക്കും. ദെൻ ഫിഫ്ത്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കുന്നത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഡോട്ടഡ് ഒന്ന് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം താഴത്തേക്ക്. അതേപോലെ തന്നെ ഈ പോയിൻ്റ്, കാരണം ഈ പോയിൻ്റുകളിലാണ് അവിടെ വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സ് മാത്രം നമുക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ദെൻ ഫിഫ്ത്ത് ക്ലോക്ക് പൾസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനീഷ്യലി നമുക്ക് വേണ്ടത് ഏതൊക്കെ ഔട്ട്പുട്ട്സ് നമുക്ക് കാണണം? ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഏതൊക്കെ വേണം? QA, QB, QC, QD. അപ്പോൾ നമുക്ക് ഓരോന്നുമായിട്ട് വരയ്ക്കാം. ആദ്യം QA നോക്കാം. QA ഇത് ക്ലോക്ക് പൾസാണ്. QA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനീഷ്യലി ഇതിലൊരു 1 വരും. ആ 1ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പം ആ 1 എവിടെ വരും? QAൻ്റെ ഔട്ട്പുട്ടിൽ വരും. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പം 1 എവിടെ വരും? ഇനീഷ്യലി 0 ആണ്. ദെൻ അതെന്ത് ചെയ്യും? ഇവിടെ 1 ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരില്ലേ? 1 ആയിട്ട് വരും. ബാക്കിയുള്ള പൊസിഷനിലൊക്കെ എന്താണ്? 0 ആണ്. അപ്പോൾ ഇങ്ങനെയല്ലേ വരിക? ബാക്കിയുള്ള പൊസിഷനിൽ ഇനീഷ്യലി എല്ലാം 0 അല്ലേ? അപ്പോൾ ബാക്കി എല്ലായിടത്തും എന്താണ്? 0 ആണ്. ഇനി അടുത്തത് എന്താണ് വരുന്നത്? സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് നോക്കിയേ. സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുമ്പം ഈ 1 QAയിലുള്ള 1 എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു? QBയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. QBയിലുള്ള 0 QCയിലേക്ക്, QCയിലുള്ള 0 QDയിലേക്ക്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പം QB വരയ്ക്കുന്ന സമയത്ത് ഇനീഷ്യലി എന്താ വാല്യൂ? 0. ഇനി ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് അവിടെ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യുന്നു? ഈ 1 എന്ത് ചെയ്തു? ഈ 1 ഷിഫ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ബാക്കിയുള്ള പൊസിഷനിലൊക്കെ എന്താണ്? 0 ആണ്. അപ്പം QB ഇതല്ലേ ഇവിടെ കാണുന്നത്? QB എന്ന് പറയുമ്പം QBയുടെ ഔട്ട്പുട്ട് 1 ആവുന്ന എപ്പോഴാണ്? സെക്കൻഡ് ക്ലോക്ക് പൾസ്. നോക്കിയേ, സെക്കൻഡ് ക്ലോക്ക് പൾസിലാണ് QBയുടെ ഔട്ട്പുട്ട് 1 ആവുന്നത്. ദെൻ തേർഡ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? എല്ലാം 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ QBയിലെ 1 QCയിലേക്ക് വരും. ദെൻ QCയിലെ 0 QDയിലേക്ക് വരും. QAയിലെ 0 QBയിലേക്ക് വരും. QAയിലേക്ക് ഒരു 0 ആഡ് ചെയ്യും. അപ്പോൾ ഇതേപോലെ നമുക്ക് QC മാർക്ക് ചെയ്യാം. QC എന്ന് പറയുമ്പം ഇനീഷ്യലി എന്താണ്? 0. ഏത് ക്ലോക്ക് പൾസിൽ അത് ചേഞ്ച് ചെയ്യുന്നുള്ളൂ? തേർഡ് ക്ലോക്ക് പൾസിൽ 1 ആവും. ദെൻ 0 ആയിട്ട് പോകും. സിമിലർലി QD എന്താണ് വരുന്നത്? ഇനീഷ്യലി 0. ഏത് ക്ലോക്ക് പൾസിലാണ് ചേഞ്ച് വരുന്നത്? ഫോർത്ത് ക്ലോക്ക് പൾസിൽ. അപ്പോൾ അതുവരെ എന്തായിരിക്കും? 0, ദെൻ 1, ദെൻ 0. അങ്ങനെയല്ലേ വരുന്നത്? അപ്പം ഇതാണ് ടൈമിംഗ് ഡയഗ്രാം ഓഫ് റിംഗ് കൗണ്ടർ. ടൈമിംഗ് ഡയഗ്രാം ഓഫ് റിംഗ് കൗണ്ടർ. ടൈമിംഗ് ഡയഗ്രാം ഓഫ് റിംഗ് കൗണ്ടർ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ടൈമിംഗ് ഡയഗ്രാം ഓഫ് ജോൺസൺ കൗണ്ടറാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ജോൺസൺ കൗണ്ടർ നമുക്കറിയാം, ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന ഒരെണ്ണമാണ് ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത്. റിംഗ് കൗണ്ടർ പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ സർക്യൂട്ടും ടൈമിംഗ് ഡയഗ്രാം ട്രൂത്ത് ടേബിളും എല്ലാം ഡിഫറെൻ്റ് ആണ്.
സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ഇവിടെ ക്യൂ ബാർ ഫീഡ്ബാക്ക് ചെയ്ത് ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ടേബിളാണ് ട്രൂത്ത് ടേബിളാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഇനീഷ്യലി നമ്മളെല്ലാ ക്ലോക്ക് പൾസ് ഇനീഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഔട്ട്പുട്ടും 0 ആണ്. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? 1 വരും. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ ഔട്ട് 1 വരും. സെക്കൻഡ് ക്ലോക്ക് പൾസിൽ എയും ബിയും 1 വരും. ആൻഡ് തേർഡ് ക്ലോക്ക് പൾസിൽ എ ബി സി ഫ്ലിപ്പ് ഫ്ലോപ്സ് 1 വരും. ഫോർത്ത് ക്ലോക്ക് പൾസിൽ എ ബി സി ഡി വരും. ദെൻ ഫിഫ്ത്തിൽ എന്ത് ചെയ്യും? ഇവിടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് ഇൻവേർട്ടഡ് ഔട്ടാണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് 0 ആണ്. ആ 0 ആണ് എഫ് എഫ് എയിലേക്ക് വരിക. അപ്പോൾ എഫ് എഫ് എയുടെ ഔട്ട് ഫിഫ്ത്ത് ക്ലോക്ക് പൾസിൽ 0 ആവും. സിക്സ്ത് ക്ലോക്ക് പൾസിൽ എഫ് എഫ് എയും എഫ് എഫ് ബിയും 0 ആവും. സെവൻത്തിൽ എഫ് എഫ് എ, എഫ് എഫ് ബി, എഫ് എഫ് സി 0 ആവും. എയ്ത്തിൽ എഗെയിൻ എല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 7 ക്ലോക്ക് പൾസിൽ അല്ലെങ്കിൽ 8ാമത്തെ ക്ലോക്ക് പൾസിലാണ് റീസൈക്ലിംഗ് നടക്കുന്നത്. അപ്പം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ 8 വന്നു. അപ്പോൾ നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എത്ര ക്ലോക്ക് പൾസ് വരയ്ക്കണം? ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പം ക്ലോക്ക് പൾസസ് നമുക്ക് 7 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം വരയ്ക്കാം. അപ്പോൾ ആദ്യം 0, then 1, 2, 3, 4, 5, 6, 7 നമ്പർ കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെയല്ലേ വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? ഇങ്ങനെ ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് ഏത് ട്രിഗറിങ് ആണെന്ന് നോക്കണം. ഇവിടെ നമുക്ക് പോസിറ്റീവ് ട്രിഗറിങ് ചെയ്യാം. പോസിറ്റീവ് ട്രിഗറിങ് എന്ന് പറയുമ്പം ഇവിടെ എന്ത് വരണം? ഒരു പോസിറ്റീവ് ട്രിഗറിങ് ആണ് ക്ലോക്ക് പൾസ്. സർക്യൂട്ട് നമുക്ക് എന്താക്കണം? പോസിറ്റീവ് ട്രിഗറിങ് കൊടുക്കാം. പോസിറ്റീവ് ട്രിഗറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലീഡിങ് എഡ്ജിലാണ് ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ നമുക്കതിനനുസരിച്ച് ക്ലോക്കിൻ്റെ ലീഡിങ് എഡ്ജസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ക്ലോക്കിൻ്റെ ലീഡിങ് എഡ്ജസ് മാർക്ക് ചെയ്യുമ്പോൾ 1ൻ്റെ പോസിറ്റീവ് എഡ്ജ് അതല്ലേ വരുന്നത്. സെക്കൻഡ് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജ് ഇത്. തേർഡ് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജ്, ഫോർത്ത് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജ്, ഫിഫ്ത്ത് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജ്, സിക്സ്ത്ത് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജ്, സെവൻത്ത് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജ്, എയ്ത്ത് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജ്. ഇങ്ങനെ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്കൊന്ന് ഈ ഓരോ പോയിൻറ്റുകളും ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റാം. അത് ലെവൽ ചേഞ്ച് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇടുന്നത്. ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് വേണ്ട എന്താണ്? അടുത്തത് നമുക്ക് എഫ് എഫ് എ, എഫ് എഫ് ബി, എഫ് എഫ് സി, എഫ് എഫ് ഡി നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എഫ് എഫ് എ എന്ന് പറയുന്ന ഔട്ട് 1 ആണ്. ഏതൊക്കെ ക്ലോക്ക് പൾസിൽ? 1 to 4 വരെ ക്ലോക്ക് പൾസ് 1 ആണ്. എഫ് എഫ് ബിയുടെ ഔട്ട് 1 ആണ്. എവിടെ തൊട്ട്? 2 to 5 വരെ 1 ആണ്. എഫ് എഫ് സിയുടെ ഔട്ട് 1 ആണ്. എവിടെ തൊട്ടാണ്? തേർഡ് ക്ലോക്ക് പൾസ് തൊട്ടിട്ട് 6 ക്ലോക്ക് പൾസ് വരെ എഫ് എഫ് സിയുടെ ഔട്ട് 1 ആണ്. എഫ് എഫ് ഡി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഫോർത്ത് ക്ലോക്ക് പൾസ് തൊട്ടിട്ട് 7th ക്ലോക്ക് പൾസ് വരെ എഫ് എഫ് ഡിയുടെ 1 ആണ്. അപ്പോൾ ഈ 1 എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോവല്ലേ ചെയ്യുന്നത്? നോക്കിയേ, 1 ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. ദെൻ ആ 1 പുറത്തേക്ക് പോകും. ഈ 1 ഷിഫ്റ്റ് ചെയ്തു, എഗെയിൻ 1 ഷിഫ്റ്റ് ചെയ്തു, 1 ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എഫ് എഫ് എയുടെ ഔട്ട് വരയ്ക്കാം. അപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് എ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് എ പ്ലോട്ട് ചെയ്യുമ്പോൾ എഫ് എഫ് എൻ്റെ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ആവുന്ന സമയത്ത് ഫസ്റ്റ് 1 2 3 4 അത്രയും എന്താണ്? എഫ് എഫ് എ 1 ആണ്. അപ്പോൾ 1 2 3 4 അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഇവിടെ
ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഇനീഷ്യലി 0 ആണ്. ഫസ്റ്റ് ക്ലോക്ക് പൾസ് വന്നപ്പം അതെന്തായി 1 ആയി. സെക്കൻഡ് ക്ലോക്ക് പൾസിലും 1 ആണ്. തേർഡ് ക്ലോക്ക് പൾസിലും ഫോർത്ത് ക്ലോക്ക് പൾസിലും എന്താണ് 1 ആണ്. അങ്ങനെയല്ലേ വരിക. ഫോർത്ത് ക്ലോക്ക് ഇപ്പോൾ ഇനീഷ്യലി 0 ദെൻ ഫോർത്ത് ക്ലോക്ക് പൾസ് വരെ എന്താണത് 1 ആണ്. ദെൻ എന്താവും 0 ആയിട്ട് നിൽക്കും. അങ്ങനെയല്ലേ വരുന്നത്. ദെൻ നമുക്കിനി അടുത്ത് നോക്കാനുള്ളതാണ് FFB. FFB എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്ലോക്ക് പൾസ് തൊട്ടിട്ട് ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് വരെ. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? സെക്കൻഡ് ക്ലോക്ക് പൾസ് തൊട്ടിട്ട് ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് വരെ FFB. FFB എന്ന് പറയുമ്പം സെക്കൻഡ് ക്ലോക്ക് പൾസിലാണ് 1 ആവുന്നത്. അപ്പോൾ അതുവരെ എന്താണ് 0. സെക്കൻഡ് ക്ലോക്ക് പൾസിൽ 1 ആയി. എവിടം വരെ? ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് വരെ. അപ്പം ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് വരെ 1 ആയി. ദെൻ അതെന്തായി 0 ആയി. ദെൻ നമുക്കിനി അടുത്തത് വരയ്ക്കേണ്ട ഏതാണ്? FFC. FFC എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? തേർഡ് ക്ലോക്ക് പൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സിക്സ്ത് ക്ലോക്ക് പൾസ് വരെ ഉണ്ടാവും. അപ്പോൾ FFC എന്ന് പറയുന്നത് കളറൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. FFC എന്ന് പറയുന്നത് തേർഡ് ക്ലോക്ക് പൾസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ തേർഡ് ക്ലോക്ക് പൾസിൽ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അതെവിടം വരെ ഉണ്ടായിരിക്കും? തേർഡ് ക്ലോക്ക് പൾസിൽ നിന്ന് സിക്സ്ത് ക്ലോക്ക് പൾസ് വരെ ഉണ്ടായിരിക്കും. ദെൻ അത് 0 ആയിരിക്കും. ദെൻ നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് ഏതാ? FFD. FFDയുടെ ഔട്ട് എന്ന് പറയുമ്പോൾ ഏത് ക്ലോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 4th നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 7 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ 4 to 7 വരെ നമുക്കത് മാർക്ക് ചെയ്യണം. 4 to 7. 4 to 7 FFD. 4. അപ്പോൾ ഇനീഷ്യലി 0 ആണ്. ദെൻ അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 4th നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അത് എവിടം വരെ വരും? 7th ക്ലോക്ക് പൾസ്. അപ്പോൾ ഇവിടം വരും 7th ക്ലോക്ക് പൾസ് വരെ. അപ്പോൾ നോക്കിയേ, ഇത്രയും പോർഷനിൽ അതെന്താണ്? 0 ആണ്. ഇനീഷ്യലി 0. ഇനീഷ്യലി 0. ദെൻ എന്തായി? 1 0 0 0. ദെൻ സെക്കൻഡ് ക്ലോക്ക് പൾസിൽ ഇവിടെ 1 1 0 0. ഇവിടെ ആണെങ്കിൽ 1 1 1 0. ഫോർത്ത് ക്ലോക്ക് പൾസിൽ 1 1 1 1. ദെൻ 0 1 1 1 0 0 1 1. ഇവിടെയാണെങ്കിൽ 0 0 0 1. എഗെയിൻ 0 0 0 0. റീസൈക്കിൾ ചെയ്തു. 8 ക്ലോക്ക് പൾസ്. അപ്പം ഇതാണ് ടൈമിംഗ് ഡയഗ്രാം ഓഫ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈമിംഗ് ഡയഗ്രാം ഓഫ് ജോൺസൺ കൗണ്ടർ. ടൈമിംഗ് ഡയഗ്രാം ഓഫ് ജോൺസൺ കൗണ്ടർ. ഇത്രയാണ് ടൈമിംഗ് ഡയഗ്രാം ഓഫ് റിംഗ് ആൻഡ് ജോൺസൺ കൗണ്ടറിൻ്റെ അകത്ത് വരുന്നത്.